ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർന്നു എന്ന് ലോകം വിധി എഴുതിയെടുത്തു നിന്നാണ് യഥാർത്ഥ മാസ് കംബാക്ക് ആരംഭിക്കുന്നത്. ഒരു നിമിഷം ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഗുരുവായൂരപ്പന്റെ തിരുമുറ്റത്തെ ഈ കൂവളമരം ഓർമ്മയുണ്ട്. ഒരു ഘട്ടത്തിൽ ഇത് പൂർണ്ണമായും ഉണങ്ങി നശിച്ച് ഇനി ഒരു തിരിച്ചു വരവില്ലെന്ന് എല്ലാവരും കരുതിയതാണ്. ഇനിയിപ്പോൾ ഇത് വെട്ടിമാറ്റുകയേ വഴിയുള്ളൂ എന്ന് ചിന്തിച്ചവരും ഉണ്ടാകാം. പക്ഷെ ഇന്നിതാ പ്രകൃതിയുടെയും കണ്ണന്റെയും വലിയൊരു അത്ഭുതം പോലെ എല്ലാവരുടെയും കണ്ണ് തള്ളിച്ചുകൊണ്ട് അതും വീണ്ടും പച്ചപ്പണിഞ്ഞ് തഴച്ചു വളർന്നു നിൽക്കുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് കൂട്ടുകാരെ. ചിലപ്പോൾ ബിസിനസ് തകർന്ന്, കടം വന്ന്, സ്നേഹിച്ചവർ കൈവിട്ട്, അല്ലെങ്കിൽ കരിയറിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി എനിക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് നമ്മൾ സ്വയം ഉറപ്പിക്കുന്ന ചില ഇരുണ്ട നിമിഷങ്ങൾ ഉണ്ടാകാം. ചുറ്റുമുള്ളവർ നമ്മളെ നോക്കി അവൾ തീർന്നു അല്ലെങ്കിൽ അവൻ തീർന്നു എന്ന് വിധി എഴുതുന്ന ദിവസങ്ങൾ. പക്ഷെ ഓർക്കുക, നിങ്ങൾ തകർന്നു പോയതല്ല, വീണ്ടും അതിശക്തമായി മുളച്ചു പൊന്താൻ വേണ്ടി മണ്ണിലേക്ക് നടപ്പെട്ടതാണ്. ഈ കൂവളം മരം ഇന്ന് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ഓരോരുത്തർക്കും നൽകുന്ന മെസ്സേജാണിത്. വേരുകൾ ശക്തമാണെങ്കിൽ വസന്തം തിരിച്ചു വരും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും തകർന്നിട്ടില്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. സൈലന്റ് കംബാക്ക്. ബഹളങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായി സ്വയം ചെത്തിമിനിക്കുക. ഇലകൾ കൊഴിഞ്ഞുപോയതുകൊണ്ട് പരിഹസിച്ചവർ നിങ്ങൾ തളിർത്തെടുത്തു നിന്ന് കണ്ട് അത്ഭുതപ്പെടണം. അവസാനമല്ല, പുതിയൊരു തുടക്കം. ലോകം ദി എൻഡ് എന്ന് പറയുന്നിടത്താണ് പ്രകൃതിയും ദൈവവും പുതിയൊരു അധ്യായം തുടങ്ങുന്നത്. ഈ ചിത്രം ഇന്ന് നിങ്ങളുടെ ടൈം ലൈനിൽ വന്നത് വെറുതെയല്ല. മനസ്സുമടുത്ത് എവിടെയോ തളർന്നിരിക്കുന്ന നിങ്ങളിലെ പോരാളിയെ ഉണർത്താനാണ്. ഉറപ്പിച്ചു പറയൂ, വീണിട്ടുണ്ടെങ്കിൽ അതിലും മാസമായി ഞാൻ തിരിച്ചു വരും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും തുണയാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ജയ് ശ്രീ രാധേ രാധേ.